അവൻ വലതുഭാഗത്തുണ്ട് എന്നുള്ള ധൈര്യമാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലുണ്ട്. അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം പകരാൻ അവൻ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം. അതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ, ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും അതിനനുകൂലമാക്കി മാറ്റി എനിക്ക് തരാൻ അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. അതിലെ 121 സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലെ 8 വാചകങ്ങൾ. അതിൽ പറയുന്ന ഒന്നാമത്തെ വാചകം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്റെ തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. 8ാമത്തെ വാചകം, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്തൊരു അഷ്വറൻസാണ്, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നല്ല ഒരു പൊതുപ്രവർത്തകനാകണം എന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ വഴിയിലെ പ്രകാശഗോപുരമായി, പ്രകാശദീപമായി നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ മാർഗങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളുമാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയും. എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുള്ള ഒരു രാജ്യത്ത് മതേതരത്വം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ മതേതരത്വമല്ല ഇന്ത്യയിലെ മതേതരത്വം. പാശ്ചാത്യ രാജ്യങ്ങളിലെ മതേതരത്വം റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിന്റെ നിരാസമാണ്. ഇന്ത്യയിലെ മതേതരത്വം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ്. എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും അതുണ്ട്. ഞാൻ ഹിന്ദുമത വിശ്വാസിയായ ഒരാളാണ്, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൽ വിശ്വസിക്കുമ്പോൾ തന്നെ എന്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് അനാവശ്യമായ ഒരാൾ കൈ ചൂണ്ടിയാൽ അയാളെ സംരക്ഷിക്കാൻ അയാളുടെ മുന്നിൽ അയാളെക്കാൾ ശക്തിയോടുകൂടി ഞാൻ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ള വാക്ക് അതാണ്. കൂടെ ഉണ്ടാകും, ഞങ്ങൾ കൂടെ ഉണ്ടാകും. എല്ലാ ആശംസകളും നന്മകളും അർപ്പിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹവർഷമായി നിങ്ങളുടെ ശിരസിൽ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഗാന്ധി ഗിരിപ്രസംഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചതായി പറഞ്ഞിട്ടുള്ളത്. ഗിരിപ്രസംഗങ്ങൾ നമ്മൾ പറയില്ലേ, മലമുകളിലെ പ്രസംഗം എന്ന് പറയില്ലേ, അതാണ് ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അദ്ദേഹം നോൺ വയലൻസ് എവിടെന്നാ കിട്ടിയത്? ക്രിസ്തുവിൽ. സ്വാമി വിവേകാനന്ദനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്രിസ്തു. അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, ക്രിസ്തു എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ കാണുന്നത് ട്രൂത്താണ്, ട്രൂത്ത്, സത്യമാണ്. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഒരാളുടെയും മുമ്പിൽ തലകുനിക്കില്ല. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മളെ സ്വാധീനിച്ചു. അതിനെന്തിനാണ് മടിക്കുന്നത്? ലോകത്തെ എത്രയോ വലിയ മനുഷ്യരുടെ നമ്മളൊക്കെ നിസ്സാരരായ ജീവികളാണ്, സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്? അധികാരം ദൈവം കൊടുത്തതാണ്. അധികാരം ഞാൻ കരുതുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നിയോഗങ്ങളാണ്, അസൈൻമെന്റുകളാണ്, ഡിവൈൻ അസൈൻമെന്റുകളാണ്, ദൈവികമായ നിയോഗങ്ങളാണ്. നല്ലത് ചെയ്യാൻ, നന്മ ചെയ്യാൻ. എൻ്റെ സ്നേഹിതനാണ് ക്രിസ്തു, എൻ്റെ സ്നേഹിതൻ. എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പറയാവുന്ന, എനിക്ക് കലഹിക്കാവുന്ന ഒരാളാണ്. നാടിൻ്റെ മുഴുവൻ സങ്കടങ്ങൾ കാണുന്നവരാണ് ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ. നമ്മുടെ അധ്വാനം, നമ്മുടെ അസൈൻമെന്റ് എന്താണ്? മനുഷ്യന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ, അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന ദൈവികമായ നിയോഗമാണ്.